ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെൻറ്റ് തേർഡ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളോടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി എം എസ് സൊല്യൂഷൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ തേർഡ് അലോട്ട്മെന്റിനാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത്. മലബാർ മേഖലയിൽ ഇപ്പോഴും പ്രതിസന്ധികൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ ഇന്നലെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ റുഷ്ദ എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ ഒക്കെ ഇതിന് പിന്നിലുണ്ട്. ഒരുപാട് പേർക്ക് സങ്കടങ്ങളുണ്ട്. ഇനി ദയവ് ചെയ്തൊരു കാര്യം പറയാം, സൂയിസൈഡ് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല, സൊല്യൂഷൻ അല്ല എന്ന് തന്നെയാണ് എം എസ് സൊല്യൂഷൻ എല്ലാ കാലവും വീഡിയോകളിലൂടെ പറയാറുള്ളത്. ഓരോ കൊല്ലവും ഒരു 15ഓ 20ഓ ആത്മഹത്യകൾ ഞാൻ തന്നെ വീഡിയോ ചെയ്യാറുണ്ട്. SSLC റിസൾട്ട് വന്നിട്ട് 9A+ ആയി പോയ കുട്ടി ആത്മഹത്യ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം മാർക്ക് കൂടാതെ ആത്മഹത്യ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷാ പേടി കാരണം ആത്മഹത്യ ചെയ്യുക. അലോട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സംഗതി തന്നെയാണ്. അലോട്ട്മെൻറ്റിൽ വിചാരിച്ച സ്കൂളും കോഴ്സും കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതകളിലേക്ക് പോവുക. ഇത്തരം ആത്മഹത്യകളൊന്നിനും ഒരു സൊല്യൂഷൻ അല്ല. പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, തേർഡ് അലോട്ട്മെൻറ്റ് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വേറെ തന്നെ പറയണം കേട്ടോ. എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് ജൂൺ 19-ാം തീയതിയാണ്. ജൂൺ 19-ാം തീയതി. ഈ 19-ാം തീയതിയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് എങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് വരുന്നത് ജൂൺ 18-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷമായിരിക്കും. ഓക്കെ, 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം എന്തായാലും വരും. അപ്പോൾ ജൂൺ 18-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. സോ ജൂൺ 18-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അവസാന അലോട്ട്മെൻ്റ് ആണ്. ആരുടെ? ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയ കുട്ടികളുടെ അവസാന അലോട്ട്മെൻറ്റിൻ്റെ പേരാണ് എന്ത്? തേർഡ് അലോട്ട്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഏതെങ്കിലും ഫസ്റ്റിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടി, അല്ലെങ്കിൽ സെക്കൻഡിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടി, നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് എടുത്തതെങ്കിൽ പോലും തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി ആ കുട്ടി എന്ത് ചെയ്യണം? ഏത് സ്കൂളിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവിടെ ടെമ്പററി എന്നൊരു ഓപ്ഷൻ ഇല്ല, അവിടെ പെർമനൻറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമാണുള്ളത്. സോ ടെമ്പററി എന്ന് പറയുന്ന താൽക്കാലിക അഡ്മിഷൻ മെറിറ്റ് മെയിൻ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ നടക്കുകയുള്ളൂ. തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ജൂൺ 19-ാം തീയതി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരു കുട്ടി 2 വർഷം ആ സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി അലോട്ട്മെൻറ്റ് കഴിഞ്ഞോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞിട്ടില്ല എന്നും എനിക്ക് പറയാൻ പറ്റും. ഈ പെർമനൻ്റ് ആയ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നും പറയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ തരാം കേട്ടോ. ഓക്കെ, നിർബന്ധമായിട്ടും ജൂൺ 18-ാം തീയതി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.